നമസ്കാരം. ഉപനിഷത്തുക്കളിലൂടെ എന്ന ചാനലിലേക്ക് സ്വാഗതം. കഠോപനിഷത്ത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പിസോഡ് 28. ലോകത്തിൽ പ്രവേശിച്ച ഒരേ ഒരു വായു എപ്രകാരം രൂപങ്ങൾ തോറും പ്രത്യേകം രൂപത്തോടു കൂടിയതായി ഭവിച്ചിരിക്കുന്നു, അതുപോലെ തന്നെ ഏകമായ ആത്മാവും സർവഭൂതങ്ങളുടെയും ഉള്ളിൽ പ്രവേശിച്ച് പ്രത്യേകം രൂപത്തോടു കൂടിയതായി ഭവിച്ചിരിക്കുന്നു. രൂപങ്ങൾക്കെല്ലാം അതീതനായും അത് സ്ഥിതി ചെയ്യുന്നു. സകല ലോകത്തിൻ്റെയും കണ്ണായ സൂര്യൻ എപ്രകാരം കണ്ണിനെ സംബന്ധിച്ച പുറമെയുള്ള ദോഷങ്ങളാൽ ലേപനം ചെയ്യപ്പെടുന്നില്ല, അപ്രകാരം ഏകനും ബാഹ്യനുമായ സർവജീവികളുടെയും അന്തരാത്മാവ് ലോകത്തിൻ്റെ ദുഃഖത്താൽ ലേപനം ചെയ്യപ്പെടുന്നില്ല. ഏകനും സ്വതന്ത്രനും സർവഭൂതങ്ങളുടെയും അന്തരാത്മാവുമായ യാതൊരുവൻ ഒരേ രൂപത്തെ പലതാക്കി ചെയ്യുന്നത് അവനെ ഏതു ധീരന്മാർ തന്നിൽ സ്ഥിതി ചെയ്യുന്നതായി സാക്ഷാത്കരിക്കുന്നു, അവർക്ക് നിത്യമായ സുഖം ലഭിക്കുന്നു. മറ്റുള്ളവർക്കല്ല. ആർക്കാ നിത്യമായ സുഖം ലഭിക്കുക? ഏകനും സ്വതന്ത്രനും സർവഭൂതങ്ങളുടെയും അന്തരാത്മാവുമായ യാതൊരുവൻ ഒരേ രൂപത്തെ പലതാക്കി ചെയ്യുന്നത് അവനെ ഏത് ധീരന്മാർ തന്നിൽ അവനവനിൽ ആത്മാവ് ഉണ്ടെന്ന് ആര് തിരിച്ചറിയുന്നതോ, അത് നമ്മളിങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞാലല്ല, അത് അവർ സാക്ഷാത്കരിക്കുന്ന ഒരു അവസ്ഥയാണത്. അങ്ങനെ ആവുന്നവർക്ക് ദുഃഖമില്ല. ഇനി അനിത്യങ്ങളിൽ വെച്ച് നിത്യനായും ചൈതന്യമുള്ളവയിൽ വെച്ച് ചൈതന്യമായും അനേകങ്ങളിൽ ഏകനായും യാതൊരുവൻ ജീവികളുടെ കാമങ്ങളെ സാധിപ്പിക്കുന്നു. അവനെ ഏതു ധീരന്മാർ തന്നിൽ സ്ഥിതി ചെയ്യുന്നവനായി കാണുന്നു, അവർക്ക് ശാശ്വതമായ ശാന്തി ലഭിക്കുന്നു, മറ്റുള്ളവർക്കില്ല. ഇതും അതുമാതിരി തന്നെ. സുഖത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ, ശാന്തിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഇനി നിർദ്ദേശിക്കാൻ സാധ്യമല്ലാത്ത ആ പരമമായ സുഖം ഇതാണെന്ന് ജ്ഞാനികൾ അറിയുന്നു. അത് പ്രകാശിക്കുന്നുണ്ടോ, സ്പഷ്ടമായി വിളങ്ങുന്നുണ്ടോ എന്ന് എങ്ങനെ എനിക്കറിയാൻ കഴിയും? അവിടെ സൂര്യൻ ശോഭിക്കുന്നില്ല, ചന്ദ്രനും നക്ഷത്രങ്ങളും ശോഭിക്കുന്നില്ല, ഈ മിന്നലുകൾ പ്രകാശിക്കുന്നുമില്ല, ഈ അഗ്നി എങ്ങനെ പ്രകാശിക്കും? എല്ലാം ശോഭിച്ചുകൊണ്ടിരിക്കുന്നതനുസരിച്ച് പ്രകാശിക്കുന്ന അതിൻ്റെ ശോഭ കൊണ്ടാണ് ഇതെല്ലാം പ്രകാശിക്കുന്നത്. അതിൻ്റെ ആത്മാവിൻ്റെ അല്ലെങ്കിൽ പരബ്രഹ്മത്തിൻ്റെ ആത്മബോധമായ ബ്രഹ്മത്തിൻ്റെ മഹത്വം ഇവിടെ സ്പഷ്ടമാക്കുന്നു. പരമാത്മാവായ പരബ്രഹ്മത്തിൻ്റെ ഇച്ഛയനുസരിച്ച് സകലതും നടക്കുന്നു. അതിൻ്റെ പ്രഭാവത്താൽ സർവവും പ്രവർത്തന നിരതവുമാകുന്നു. ദ്വിതീയ വല്ലി കഴിഞ്ഞു. ഇനി നാളെ തൃതീയ വല്ലി. നമസ്കാരം.